ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, നോയമ്പിൻ്റെ 5-ാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ വരുവാനും തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും തന്നിരിക്കുന്ന ഈ ഭാഗ്യകരമായ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ 50 നോയമ്പിലെ 5-ാം വാരം സമാപിക്കുന്നു. ഈ 5 വാരങ്ങളിലെ ഞങ്ങളുടെ നോമ്പിൽ വന്ന കുറവുകളൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ. കുറവില്ലാതെ പൂർണ്ണതയോടെ നോമ്പെടുത്ത് ഞങ്ങളെ വഹിച്ചുകൊണ്ട് പിശാചിനെ തോൽപ്പിച്ചതായ കർത്താവിൻ്റെ ആ വിജയം ഞങ്ങളുടേതാക്കുവാൻ ഞങ്ങളിതാ കർത്താവിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾക്കൊന്നുമായ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കുവാൻ ഞങ്ങളിതിൽ ആശ്രയിക്കുന്നു. പരാജയപ്പെട്ടിട്ട് ജയിച്ചവരായ എല്ലാ വിശുദ്ധന്മാരെയും അപ്പോസ്തലന്മാരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾക്കായി ഞങ്ങളിതിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിലൂടെ ഞങ്ങൾക്ക് തന്നതായ സന്ദേശങ്ങൾക്കായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉണ്ടായിട്ടത് പൂർണ്ണ സ്നേഹത്തിൽ ഞങ്ങളെ എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ടതായ തിരുവചനങ്ങളുടെ ഇണവാക്യങ്ങൾ തേടിപ്പോകുവാനും അവ ഞങ്ങളുടെ ഹൃദയത്തെ വികസിപ്പിക്കുവാനും അത് സമാധാനവും സന്തോഷവുമായി ഞങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപയെ വർഷിപ്പിക്കുവാനും മുഖാന്തരമാകണമെന്ന് യേശുവിന് നാമത്തിൽ യാചിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുമാറാകണമേ. ആമേൻ. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെ നമ്മൾ വായിച്ചു കേട്ടു. പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ ഉദ്ധരിച്ചു. വായിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആ പാപിയിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ സാക്ഷിക്കുന്നു. പൗലോസിൻ്റെ ആ കുറ്റസമ്മതത്തിൻ്റെ അർത്ഥം എന്താണ്? പാപികളെ രക്ഷിപ്പാൻ വന്ന ആ യേശുക്രിസ്തു പാപിയായാലും തന്നെ രക്ഷിച്ചുവെന്നും നീതീകരിക്കുന്നുവെന്നും പൂർണ്ണതയിലേക്ക് വളർത്തുന്നുവെന്നുള്ള ബോധത്തിൽ തന്നെ പാപിയിൽ ഞാൻ ഒന്നാമനാണ് എന്ന് പറയുവാൻ തന്നെ എങ്ങനെയാണ് പ്രേരിപ്പിച്ചത്? ലോകത്തിലുള്ള എല്ലാവരും പാപികളാണ്. പക്ഷെ പൗലോസ് പറയുന്ന ആ പാപിയിലെ ഒന്നാമൻ ഞാനാണെന്നാണ്. അത് എപ്പോഴാണ് അങ്ങനെ പറയുന്നത്? നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ? അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു കഴിഞ്ഞും പിന്നെയും നമ്മുടെ പേര് പാപിയെന്ന് തന്നെയാണോ? അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുന്ന കാലത്തെ പാപിയായിരുന്നു. പക്ഷെ അതെനിക്കറിയാൻ പാടില്ല. താൻ ഭക്തനായിരുന്നു താൻ്റെ വിചാരം. കപടഭക്തിയിൽ താൻ നീതിമാൻ കളിച്ച് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും പരിഹസിച്ചുകൊണ്ട് നടന്നൊരു കാലം. അന്ന് താൻ ഭക്തനാണെന്നാ വിചാരം. നീതിമാനാണ്, ഭക്തനാണെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് ദമസ്കോസിലൊരു നട്ടുച്ചയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ആ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശബ്ദവും സാന്നിധ്യവും ചോദ്യവും കേട്ടപ്പോഴാണ് പൗലോസിന് കുറ്റബോധം വന്നത്. ഞാൻ ധരിച്ചതെല്ലാം തെറ്റിപ്പോയി. പരിശുദ്ധാത്മാവ് എനിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തി. ഉയർത്തെഴുന്നേറ്റ് യേശു പരിശുദ്ധാത്മാവിലാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത്. അപ്പം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവ് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്നിന്നും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞാണ് നമുക്ക് പാപബോധം വരുന്നത്. നമ്മളെ മറ്റുള്ളവർ ഉപദ്രവിച്ചതിൻ്റെ കാര്യമായിപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. ആരെല്ലാം നമ്മളെ ഉപദ്രവിച്ചു, പരിഹസിച്ചു, വേദനിപ്പിച്ചു, മുറിവേൽപ്പിച്ചു, ചതച്ചു എന്നൊക്കെ നമുക്ക് കണക്കുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ നമ്മൾ ആരെയെല്ലാം മുറിവേൽപ്പിച്ചു, ആർക്കെല്ലാം അസ്വസ്ഥത വരുത്തി എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർ ഇങ്ങോട്ട് ചെയ്തതിൻ്റെ കണക്കേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ കയ്യിൽ ആർക്കെല്ലാം വേദന വരുത്തി, അത് ഒന്നാമതായിട്ട് കർത്താവിന് തന്നെ എന്തുമാത്രം വേദന വരുത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലേ അതറിയാൻ സാധിക്കൂ. അത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയ്യോ കർത്താവേ ഞാൻ പാപിയാണല്ലോ, നീ എന്നോട് ചോദിക്കേണ്ടി വന്നല്ലോ
എന്ന് പറഞ്ഞ് അനുതാപത്തോടെ താൻ 3 ദിവസം ഉപവാസം എടുത്ത് കാത്തിരിക്കുകയാണ് പാപമോചനത്തിനായിട്ട്. നമുക്ക് നോമ്പിൻ്റെ 5-ാം വാരത്തിൽ പൗലൂസിനുണ്ടായതായ കുറ്റബോധം വന്നിട്ടുണ്ടോ? പൗലൂസ് പിന്നെ എന്നും താൻ പാപിയാണെന്ന് പറഞ്ഞാണ് ദൈവസന്നിധിയിലിരിക്കുന്നത്. പാപം ക്ഷമിച്ചാൽ പിന്നെയും പാപി. അതെന്താ? ഇപ്പോൾ പാപത്തിന് പല അവസ്ഥകളുണ്ട്. പാപം ക്ഷമിക്കപ്പെടാത്ത പാപി, പാപം ക്ഷമിച്ചതിന് ശേഷവും പാപാവസ്ഥ തുടരുന്ന പാപി. നമ്മൾ ഏതവസ്ഥയിലാണ്? അപ്പോൾ പാപത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം. പൗലൂസ് ക്രിസ്തുവിനെ ഉപദ്രവിച്ചയാളാണെന്നും അനേകരെ തല്ലിക്കൊന്നയാളാണെന്നും സ്തെഫാനോസിനെ കല്ലെറിയാൻ കൂട്ടുനിന്നയാളാണെന്നൊക്കെ തനിക്ക് മനസ്സിലായി. അത് മഹാപാപമായി പോയല്ലോ എന്ന് പറഞ്ഞ് അവൻ അനുഭവിച്ച് കരഞ്ഞ് നിലവിളിച്ച് 3 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ ഒരഭിഷിക്തൻ തൻ്റെ തലയിൽ കൈവച്ച് അതെനിക്ക് പാപമോചനം കൊടുക്കുന്നു. ഒരഭിഷിക്തൻ തനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കുന്നു. ആ വലിയ അഭിഷേകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഫലമായി തൻ്റെ ഉള്ളിൽ യേശു ജനിച്ച കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. യേശുവിൻ്റെ വചനം ഈ പൗലോസിൻ്റെ ഉള്ളിൽ യേശുക്കുഞ്ഞിനെ ജനിപ്പിച്ചു. ഗബ്രിയേൽ മാലാഖയുടെ വചനം കേട്ടപ്പോൾ മാതാവിൻ്റെ ഉള്ളിൽ യേശുക്കുഞ്ഞ് ജനിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൽ കൂടെ കിട്ടിയതായ വചനം പൗലൂസിൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കാൻ ഇടയാക്കി. നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ, നമ്മുടെ എല്ലാ ജീവിതത്തിൽ യേശു ജനിക്കേണ്ടിയിരിക്കുന്നു. ജനിച്ചിട്ടുണ്ടോ? ആ യേശുവാണ് തന്നിൽ ജീവിക്കുന്നതെന്നുള്ള കാര്യം ഗലാത്യർ 2:20 തന്നെ സാക്ഷിക്കുന്നുണ്ട്. പക്ഷെ യേശു ജനിച്ചിട്ടും യേശുവിൽ വളർന്നിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും ഇപ്പോഴും തന്നെ പാപി എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം പാപം ക്ഷമിക്കപ്പെടുന്ന ഒരു കാലം, പാപം അറിയാതിരിക്കുന്ന ഒരു കാലം, പാപം തിരിച്ചറിയാത്തൊരു കാലം, പാപബോധം വന്ന് ഏറ്റുപറയുന്നൊരു കാലം, പാപമോചനം കിട്ടിയതിന് ശേഷവും എനിക്ക് പാപ അവസ്ഥയുണ്ടെന്നുള്ളതായൊരു കുറ്റബോധം. പൗലൂസ് ഇത് പറയുന്നത് താൻ സ്നാനമേറ്റ ആത്മാവിൽ നിറഞ്ഞ് അനേക നാൾ കാത്തിരുന്ന് യൂറോപ്പിനെ സുവിശേഷീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അനേകരെ സ്നാനപ്പെടുത്തി, അനേകർക്ക് സുവിശേഷം കൊടുത്ത്, അനേകരെ ദൈവക്ഷത്ത് കൊണ്ടുവന്ന, തൻ്റെ നിഴലടിച്ചാൽ സൗഖ്യം കിട്ടുന്ന, താൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന ആത്മനിറവുള്ള ഒരു അപ്പോസ്തലനാണ് പറയുന്നത് ഞാൻ ഭാവിയിൽ പ്രധാനനാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം ആഴമായി തീർന്നിട്ടുണ്ടോ? ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയിരിക്കുന്നു. ഇനിയും പാപ അവസ്ഥ എന്നിൽ അവശേഷിച്ചിരിക്കുന്നു. പാപപ്രവൃത്തികൾ നിന്നാലും, പാപവാക്കുകൾ നിർത്തിയാലും, പാപചിന്തകളില്ലാതായാലും നമ്മുടെ ഒരു പാപിയും തന്നെയാണ്. അതിൻ്റെ കാര്യം എന്താ? പൗലോസ് അനേക നാൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യമാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അങ്ങനെ എല്ലാ പാപികളിൽ ഒന്നാമനാണ് താൻ എന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിച്ച കാര്യം എന്താണ്? 1 തിമോഥെയോസ് 1-ാം 15-ാമത്തെ വാക്യം. ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിലും, പല പാപങ്ങളെക്കുറിച്ച് ഇതുവരെയും ബോധമില്ലെങ്കിലും, പാപജീവിതം തുടരുകയാണെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ കേമിയാണെന്ന് ചിന്തിക്കുന്ന ചിന്ത നമുക്കുണ്ടോ? അത് ആത്മാവിൻ്റെ വ്യാപാരവും ആത്മാവിൻ്റെ ഉൾക്കാഴ്ചകളും കുറഞ്ഞിട്ടല്ലേ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ കിട്ടി ആത്മാവിൽ നിറഞ്ഞ അനേകരെ സുവിശേഷത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനാണ് എല്ലാ പാപികളിലും ഞാൻ ഒന്നാമനാണെന്ന് പറയുവാൻ ധൈര്യം കൊടുത്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുർബാനക്രമത്തിലും നമ്മുടെ കുർബാന തക്സായിലും ഒക്കെയുള്ള ചില പ്രാർത്ഥനകൾ വന്നിരിക്കുന്നത്.
ഒരു മഹാപുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചാലും ബലഹീനനും പാപിയുമായിരിക്കുന്ന ദാസനെന്നാണ് സംബോധന തന്നെക്കുറിച്ച് പറയുന്നത്. ധൂപക്കുറ്റി വാഴ്ത്തുന്ന സമയം പരിശുദ്ധ ഭാവാതിരുമേനി ധൂപക്കുറ്റി വാഴ്ത്തിയാലും ബലഹീനനും പാപിയുമായിരിക്കുന്ന ദാസനെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? പൗലൂസിൻ്റെ ഈ ഉൾക്കാഴ്ചയാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് അടുക്കും തോറും, വചനപ്രകാരം നമ്മളെ ശോധന ചെയ്യും തോറും പാപ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല, പാപ അവസ്ഥ ഇതിന് കിടപ്പുണ്ട്. എപ്പം വേണേലും പാപചിന്ത ഉണ്ടാകാം, എപ്പം വേണേലും പാപ പ്രവൃത്തി ഉണ്ടാകാം, എപ്പം വേണേലും പാപിയായി എനിക്ക് പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കാതെ ഞാൻ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധമാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. എന്നും അനുതാപത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇതാണ്. പൗലോസ്ലീഹ എല്ലാ ദിവസവും ഭാവിയിൽ പ്രധാനിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പാപക്ഷമ കിട്ടിയെങ്കിലും, ഞാൻ ദൈവവേല ചെയ്യുന്നെങ്കിലും എനിക്ക് പിന്മാറിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വീണ്ടും പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആ പാപയവസ്ഥ മാറുന്നത് എപ്പോഴാണോ? റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ആ കാര്യം പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പാപം ദൈവം ക്ഷമിച്ചെങ്കിലും, നമ്മുടെ പാപപ്രവൃത്തികൾ നമ്മൾ അവസാനിപ്പിച്ചെങ്കിലും, പാപചിന്തകളും പാപവാക്കുകളും ഒഴിവാക്കിയെങ്കിലും വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പാപ അവസ്ഥ അവിടെ കിടപ്പുണ്ട്. പാപം എൻ്റെ വാതുക്കൽ കിടക്കുന്നു, പാപത്തിന് എന്നോട് വലിയ താല്പര്യമാണ്, അവസരം കിട്ടിയാൽ അത് പിന്നെയും ചാടിക്കയറും എന്നുള്ള കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളുടെ ശരീരം മായയ്ക്ക് കീഴ്പ്പെട്ട് രക്ഷപ്പെടാതെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയും. റോമാലേഖനം 8-ാം അധ്യായം നമ്മുടെ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വശവും രക്ഷപ്പെടാത്ത വശവും നമുക്കുണ്ട്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് യേശുവിൻ്റെ കൂടെ സ്വർഗാരോഹണം വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ എന്നാ പറയുന്നു? അപ്പോൾ റോമർ 8-ന്റെ 23 ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇപ്പോൾ പാപമോചനം കിട്ടിയെങ്കിലും പരിശുദ്ധാത്മാവം ഉണ്ടായാലും ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ശരീരം അരിഷ്ടതാവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു. പ്രത്യാശയാലല്ലോ എന്ന് അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രക്ഷപ്പെട്ടൊരു വശമുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെടാത്ത ശരീരം നമുക്കുണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. കാണുന്ന പ്രത്യാശയില്ല. ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്ന എന്തിനെ നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ട് ആ ശരീരത്തിൽ പാപ അവസ്ഥയുണ്ട്. ശരീരം യേശുവിൻ്റെ ശരീരം പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ നമ്മുടെ പേര് പാപിയെന്ന് തന്നെയാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. അപ്പം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പാപമുണ്ട്, പാപ സ്വഭാവമുണ്ട്, പാപ അവസ്ഥയുണ്ട്. അതെപ്പം വേണമെങ്കിലും പാപചിന്തയായിട്ടോ വാക്കായിട്ടോ പ്രവൃത്തിയായിട്ടോ അതിന് ഒരു പ്രയാസവും ഇല്ല. അതിനെ പിന്നെ എന്താ ചെയ്യേണ്ടത്? റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഈ പാപ സ്വഭാവം നമുക്കുണ്ട്, പാപ അവസ്ഥയുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ പാപം തലപൊക്കാതിരിക്കാൻ അതിനെ മരിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയും. അത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ മാമോദിസ ഏറ്റ ദിവസം, മാമോദിസ ഏൽക്കുന്ന ദിവസം നമ്മൾ വായിച്ചു കേൾക്കുന്ന വേദഭാഗമാണ് റോമാലേഖനം 6-ാം അധ്യായം. ആ റോമർ 6-ാം അധ്യായത്തിലെ അനുഭവം പാപത്തിന് മരിച്ച നീതിക്ക് ജീവിക്കുന്നവരാകണമെന്നൊരു വചനം ഇവിടെയുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിന് എത്രാം വാക്യ? അപ്പൊ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ ആകയാൽ നാം എന്തു പറയേണ്ടു?
കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാൾ വരുത്. പാപസംബന്ധവരായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ പാപിയാണ്, പാപയവസ്ഥയുണ്ട്. പാപസംബന്ധമായി മരിച്ച അവസ്ഥയിൽ ഇരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പാപ സാഹചര്യത്തിൽ മരിച്ചതുപോലെ ഇരിക്കണമെന്നാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വവുമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായ ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമാരായി മരിച്ചവരെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ നിങ്ങളെ തന്നെ എണ്ണുവീനെന്ന 11-ാം വാക്യം. അത് എണ്ണിയെടുക്കേണ്ട ഒരു കാര്യമാണ്. റോമാലേഖനം 6:11 അതുകൊണ്ട് തന്നെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇതന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ പാപിയായിരിക്കുന്ന പൗലോസാ പറയുന്നത് ഞാൻ പാപത്തിന് മരിച്ചിരിക്കുകയാണ്. അപ്പം പാപ സ്വഭാവത്തെ മരവിപ്പിച്ച് പാപം ചെയ്യാത്ത അവസ്ഥയിൽ നമുക്ക് ആത്മാവിൽ ജീവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പാദം നനയാനുള്ള വെള്ളമായിരിക്കുമ്പോൾ പാദം നനഞ്ഞിട്ടുണ്ട്, എന്നാൽ മുട്ട ഉണങ്ങിയായിരിക്കുന്നത്. അരയ്ക്ക് മുകളിലോട്ട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് അവിടെ കൊണ്ട് പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ദൈവജല നദി നമ്മുടെ ശരീരത്തെ മുഴുവൻ നനച്ചിരിക്കുകയാണെങ്കിൽ തിന്മയ്ക്കോ പാപത്തിനോ നമ്മളെ തൊടാനൊക്കാതെ വണ്ണം പാപം ചെയ്യിപ്പിക്കാൻ സാധിക്കാൻ നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ജീവജലത്തിൽ മുങ്ങിയിരിക്കും. അപ്പോൾ ജീവജലത്തിൻ്റെ നനവ് എപ്പോഴും ഉണ്ടെങ്കിൽ തിന്മ തൊടുകയില്ല. അങ്ങനെയുള്ളവർ പാപം ചെയ്യാൻ സാധ്യമല്ലെന്നും എഴുതിയിട്ടുണ്ട്. പാപിയാണെങ്കിലും പാപം ചെയ്യാൻ സാധ്യമല്ല, മരവിപ്പിച്ച് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതെവിടെ എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം, ജീവജല നദിയിലെ നനവ് എന്നും എപ്പോഴും ഉള്ള വെള്ളം കൊണ്ട് എല്ലായിടും നനച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരവിച്ചിരിക്കും. പാപ സാഹചര്യത്തിൽ മരിച്ച പോലെ ഇരിക്കും. പാപ സാഹചര്യത്തിൽ ചത്ത പോലെ ഇരിക്കും, ശവം പോലെ ഇരിക്കും. പക്ഷെ എപ്പം വേണമെങ്കിലും ഈ മരവിപ്പ് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വേദന അറിയാതിരിക്കാൻ മരവിപ്പിക്കും. കുത്തിവെച്ച് മരവിപ്പിക്കാം, അനസ്തീഷ്യ കൊടുത്ത് നമ്മളെ ബോധം കെടുത്താം. പക്ഷെ ഈ മരവിപ്പും ഈ ബോധക്കേട് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പോൾ പിന്നെ വേദന തുടങ്ങും, അസ്വസ്ഥമാകും. അപ്പോൾ നമ്മുടെ ഈ പാപ സ്വഭാവത്തെ മരവിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു ഓപ്പറേഷൻ 2-3 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ബോധം കെടുത്തുകയൊക്കെ ചെയ്താൽ ഡോക്ടർമാർ നോക്കി നിൽക്കുക ബോധം വീഴുന്നുണ്ടോ എന്നുള്ളത്. വീണ്ടും അബോധാവസ്ഥ തുടർന്നെങ്കിലും ചിലപ്പോൾ ചില ഓപ്പറേഷൻ നീണ്ടുപോയെങ്കിൽ വീണ്ടും ആ ബോധം കെടുത്തുവാനോ വീണ്ടും മരുന്ന് കുത്തിവെക്കേണ്ടി വരും. ഇതുപോലെ പ്രാർത്ഥന, ധ്യാനം, ആരാധന മുതലിൽ കൂടെ നമ്മുടെ പാപ അവസ്ഥയെ നമുക്ക് ഇങ്ങനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് പാപ സാഹചര്യത്തിൽ നീതി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പാപത്തിന് മരിച്ച നീതിക്ക് ജീവിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം പരിശുദ്ധാത്മാവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ പാപം ചെയ്യാൻ സമയം കിട്ടുകയില്ല, പാപം ചെയ്യാനുള്ള ശക്തിയും കാണുകയില്ല, മരവിച്ച പോലെ ഇരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ മരവിച്ചിരിക്കുന്ന ഒരു രോഗി തളർന്നങ്ങനെ കിടക്കുക, ബോധമില്ലാതെ കിടക്കുക. അപ്പോൾ ഡോക്ടർമാർക്ക് അവരുടെ ഉള്ളിലെ രോഗവശങ്ങളെ മുറിക്കുവാനോ തുന്നിക്കെട്ടാനോ ഒക്കെ സൗകര്യമാണ്.
അപ്പോൾ നമ്മളെ ഭാവിയിൽ പ്രധാനിയാണെന്ന് ബോധമുണ്ടെങ്കിൽ മരവിപ്പ് മാറിയാൽ പാപം ചെയ്തെന്നിരിക്കും. നനവ് മാറിയാൽ ഉണങ്ങിപ്പോയാൽ ഉണങ്ങിയെടുത്ത് അവൻ പിന്നെ വന്ന് കയറിയെന്നിരിക്കും. അതുകൊണ്ടാണ് ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യണം, അഭിഷേകം ജ്വലിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ ഉദ്ദേശം അതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മാമോദിസായ്ക്ക് ശേഷം തലയുടെ മുകളിൽ വരെ ജീവജലനദി ഉയർന്നിട്ടില്ലാത്തതുകൊണ്ട് എപ്പം വേണേലും എവിടെ വേണേലും ഉണങ്ങാൻ സാധ്യതയുണ്ട്. ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഉള്ള വെള്ളത്തിനകത്ത് നമ്മൾ നെടുമ്പാട് വീട് കിടന്ന് മുട്ടുകുത്തിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉള്ള വെള്ളം എല്ലായിടും തൊട്ട് വരട്ടി പാപം തൊടാതിരിക്കാൻ, പാപം വരാതിരിക്കാൻ നമ്മളെ മരവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പൗലൂസ് അവസാനം നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്തു ജീവന്റെ കീഴിൽ എനിക്കായി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് പോകാൻ കാരണം, എന്നെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവായിരിക്കും ജീവിക്കുന്നത്, മരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ലാഭമാണ് അവൻ്റെ കർത്താവിനുള്ളിലേക്ക് എനിക്ക് കയറാമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയതായ ആ കുറ്റബോധവും പാപബോധവും തന്നെ പരിശുദ്ധനാക്കി യേശുവിന് വേണ്ടി തന്നെ കഴുത്തിറക്കാൻ സമ്മതിച്ചു കൊടുത്തപ്പോൾ ഇനിയും താനിക്ക് ഒരിക്കലും പാപം ചെയ്യാനൊക്കാത്ത അവസ്ഥയിൽ താൻ യേശുവിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായി പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മരിക്കുന്ന മിനിറ്റ് വരെ നമുക്ക് വീണ്ടും പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാപം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരാൻ, അല്ലെങ്കിൽ പാപം വീണ്ടും ജ്വലിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പാപ സാഹചര്യങ്ങളിലും നമ്മൾ നനവ് പുതുക്കി മരവിപ്പ് പുതുക്കി നിർത്തിയാലേ നന്മ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ യാമപ്രാർത്ഥനകൾ, നമ്മുടെ കുമ്പിടിയിലെ പ്രാർത്ഥന, ആരാധന, സ്തുതി മുതലായവ ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പോൾ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നിട്ട് ആ വിശ്വാസയോഗ്യമായ കാര്യം നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മൾ പൂർണ്ണമായി പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിച്ചോ? ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെ പാപ അവസ്ഥയുണ്ട്. പക്ഷേ ആ ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥ വരെ പാപ സ്വഭാവത്തെ മരവിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിലേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെന്നും പാപികൾ പ്രധാനിയാണ്, എപ്പോൾ വേണേലും പാപം വരാം, പ്രവൃത്തി ചെയ്യാൻ സാധ്യത എന്നുള്ള വിചാരത്തിൽ കഴിയുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേല തികച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ പിതാക്കന്മാർക്ക് ഈ വാചകമാണ് അവരെ താഴ്മയുള്ളവരും വിനയമുള്ളവരുമായി, അയ്യോ ഞാൻ പാപിയാണല്ലോ, മഹാപാപിയാണല്ലോ എന്ന് പറഞ്ഞ് ഇനിയും പാപം എന്നിൽ ഉണരരുത്, ജ്വലിക്കരുത് എന്ന് പറഞ്ഞ പാപത്തെ മരവിപ്പിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് സാധിച്ചത്? ഈ 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ 15-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ തൻ്റെ പ്രിയ ശിഷ്യനായ തീമോഥെയോസ് എങ്ങനെ പൂർണ്ണതയിൽ എത്തണമെന്ന് താൻ ആഗ്രഹിച്ചോ അതിന് ചില ആജ്ഞകൾ കൊടുക്കുന്നതായിട്ട് കാണുന്നു. 5-ാം വാക്യത്തിൽ ആ ആജ്ഞ 4-ാം വാക്യം മുതൽ വായിക്കുക. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫേസോസിൽ താമസിക്കേണമെന്നും ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തനിക്കുണ്ടായിരുന്ന ശുദ്ധ ഹൃദയത്തെയും നല്ല മനസാക്ഷിയെയും നിർമ്മല വിശ്വാസത്തെയും തൻ്റെ ശിഷ്യനിലേക്ക് പകർത്തി കൊടുക്കുന്നു. തലമുറയായി കൈമാറി പോകേണ്ടതാണ് ഈ അനുഭവങ്ങൾ. ശുദ്ധ ഹൃദയം. അപ്പോൾ ഹൃദയശുദ്ധിക്ക് വേണ്ടി എന്നും പോരാടിക്കൊണ്ടിരിക്കണം. മനസാക്ഷി നല്ല മനസാക്ഷിയായി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. മനസാക്ഷി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹമാണ് പാപവും ശാപവും തമ്മിൽ നിന്ന് മാറ്റിക്കളയുന്നത്. അപ്പോൾ നിർവ്യാജ സ്നേഹം 100% ഉണ്ടെങ്കിൽ ഒരു ക്ഷുദ്രവും ഒരു കൈവശവും ഒരു ശാപവും ഒന്നും കേൾക്കുകയില്ല. എന്നാൽ സ്നേഹക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാരണത്താൽ ശാപം പറ്റും. അപ്പോൾ ആരെങ്കിലും നമ്മൾ ക്ഷുദ്രം ചെയ്തോ കൈവശം തന്നോ എന്നൊക്കെയുള്ള സംശയമുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് കൊടുത്ത ഈ ആജ്ഞ നമ്മൾ 100% അംഗീകരിച്ചാൽ മതി. കർത്താവേ, ശുദ്ധ ഹൃദയം എനിക്ക് തരണം, നല്ല മനസാക്ഷി വേണം,
നിർവ്യാജ വിശ്വാസം വേണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ട് എല്ലാവർക്കും. ഹൃദയശുദ്ധി 100% ശുദ്ധിയുള്ളവർ വളരെ ചുരുക്കമാണ്. ഹൃദയശുദ്ധി തുടങ്ങിയവർ കാണും, പൂർത്തീകരിക്കാത്തവർ കാണും. മനസാക്ഷി ദുർമനസാക്ഷി ആയതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ വൈകല്യമുള്ളതാകാം. പരിശുദ്ധാത്മ നിറവിലുള്ള മനസാക്ഷിക്ക് മാത്രമേ നല്ല തീരുമാനം എടുക്കാനൊക്കെയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അന്നുണ്ടായിരുന്ന സഭയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ, ഒത്തിരി തർക്കങ്ങളൊക്കെ വന്നെങ്കിലും എല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചവരുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഇങ്ങനെ തോന്നിയിരിക്കുന്നു പറഞ്ഞൊരു തീരുമാനമെടുത്തു. എല്ലാ തർക്കങ്ങളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറണമെങ്കിൽ മനസാക്ഷിയെ ശുദ്ധീകരിച്ചതിന് ശേഷം ആത്മാവിൽ ജ്വലിച്ചെന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഒരേ മനസ്സോടെ തീരുമാനം എടുക്കാൻ സാധിക്കും. അങ്ങനെ നല്ല മനസാക്ഷി ഉണ്ടാവുള്ളൂ. എന്നാൽ ആ സഭയുടെ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇന്നിപ്പോൾ 21-ാം നൂറ്റാണ്ടായിരിക്കുന്നു. നല്ല മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ് സഭകൾ തമ്മിൽ വഴക്ക്, പള്ളികൾ തമ്മിൽ വഴക്ക്, പള്ളിയിലുള്ളവർ തമ്മിൽ വഴക്ക്, വീട്ടിലുള്ളവർ തമ്മിൽ വഴക്ക്. ഇതെല്ലാം നിലനിൽക്കുന്നത് മനസാക്ഷി അശുദ്ധമായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല മനസാക്ഷിയും ശുദ്ധഹൃദയവും നിർവ്യാജ വിശ്വാസവും കൂടെ ഉണ്ടാകണം. കള്ളവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മൂഢവിശ്വാസങ്ങൾ, അവിശ്വാസങ്ങൾ ഇവയെല്ലാം നമ്മളെ വിശ്വാസ ജീവിതത്തെ വൈകല്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും ഇതിന് പോരാടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ എന്നും സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും കൂടാവുന്ന സാധനമായത്. ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ചൂട്, ശീതോഷ്ണാവസ്ഥ കൂടുകയോ കുറവോ ചെയ്യാം. പ്രഷർ കൂടാം, ഷുഗർ കൂടാം. ഇത് എന്നും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒന്നെങ്കിലും, അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും ചെക്കപ്പ് ചെയ്താൽ കൂടിയോ കുറഞ്ഞോ നമുക്കറിയാം. അപ്പോൾ പല നിയന്ത്രണങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങൾ, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ദൈവസ്നേഹം, ഇവ എപ്പം എവിടെയെങ്കിലും കൂടുകയോ കുറവോ ചെയ്യാവുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുക. പിശാച് ഭരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ യാമപ്രാർത്ഥനകളും, എല്ലാ ആരാധനകളും, എല്ലാ ധ്യാനങ്ങളും ഈ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളമായെന്ന് പരിശോധിച്ച് നമ്മളെ നോർമലാക്കാൻ വേണ്ടിയാണ്, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണത്. അപ്പം നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഹൃദയശുദ്ധി പൂർണ്ണമാകാഞ്ഞതുകൊണ്ട്, മനസാക്ഷി മോശമായതുകൊണ്ട്, നിർവ്യാജ വിശ്വാസമില്ലാഞ്ഞതുകൊണ്ട്, സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ട് ശാപം കയറി വന്നു കാണും. ആരെങ്കിലും ശുദ്ധനം ചെയ്താൽ ഏറ്റു കാണും. ബന്ധനം ഉണ്ടായാൽ അതുകൊണ്ട് നടക്കേണ്ടി വരും. ഇതെല്ലാം അഴിക്കണമെങ്കിൽ ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിച്ച് ഈ കാര്യങ്ങൾ നോർമലാക്കി കഴിഞ്ഞാൽ ഒരു പിശാച് നമ്മളെ ഒന്നും ചെയ്യാനൊക്കെയില്ല. എന്നാൽ നമ്മുടെ ബലഹീന വശത്ത് തിന്മയ്ക്ക് കയറി വന്നതിലൊക്കെയും നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നോമ്പിൻ്റെ 5-ാം വാരത്തിൽ നമ്മുടെ പിതാക്കന്മാർ ഈ കാര്യത്തിൽ പൂർണ്ണരായവരാണ്. 5 ആഴ്ചകളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 25 ദിവസം, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 5 ദിവസങ്ങൾ ഉപവാസം, ഈ 2 ദിവസം കുർബാന. അങ്ങനെ 5 ആഴ്ച കഴിയുമ്പോൾ എത്ര കുർബാന കഴിഞ്ഞിരിക്കും? 10 കുർബാനയും 25 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിരിക്കും. അപ്പോൾ 25 ദിവസത്തെ ഉപവാസവും 10 ദിവസത്തെ കുർബാനയും കഴിഞ്ഞ് വിശുദ്ധരായി നോർമലായ പിതാക്കന്മാരുണ്ട്. നമ്മൾ ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇത്രയും 5-ാമത്തെ വാരത്തിലെത്തിയിരിക്കുന്നു. പിതാക്കന്മാർ പോയ വഴിയെ പോയിട്ടുണ്ടെങ്കിൽ, വേദവായനക്കുറിപ്പനുസരിച്ച് എല്ലാ വേദഭാഗവും ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നോർമലായിട്ട് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കാൻ സാധിക്കും. പാപ സാഹചര്യങ്ങൾ പാപിയാണെങ്കിലും അനങ്ങുകയില്ല. കാര്യം എന്നാ? മരവിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ തിയേറ്ററിൽ അനങ്ങാതെ കിടക്കുന്ന പോലെ ജീവനുണ്ട്, ആളിന് ജീവനുണ്ട്, പക്ഷെ മരവിച്ചിരിക്കുക. ഇതുപോലെ ഏത് സാഹചര്യത്തിൽ ആരെന്നാക്കെ പറഞ്ഞാലും പാപത്തിന് മരിച്ച് നീതി ജീവിക്കുന്നവർ അനങ്ങുകയില്ല, ചത്തപോലെ ഇരിക്കും, മിണ്ടുകയില്ല. അതാണ് സാഹചര്യം. അതുകൊണ്ടാണ് ഉത്തമന്മാർ പ്രസിദ്ധരാകേണ്ടതിന് കലാപങ്ങൾ അല്ലാണ്ട് ആവശ്യമാണെന്ന് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം. എന്നാൽ ഈ അവസ്ഥയിൽ എത്താത്ത അനേകർ സമൂഹത്തിൽ കാണും. അവർ നമ്മളെ ഉപദ്രവിച്ചെന്നിരിക്കും, പഴിചാരിയെന്നിരിക്കും, നമ്മളെ നേരെ ആക്രമിച്ചെന്നിരിക്കും, ആരോപിച്ചെന്നിരിക്കും. അപ്പോഴൊക്കെയും പാപത്തിന് മരിച്ചെങ്കിൽ മിണ്ടുകയില്ല. നമ്മുടെ പാപത്തിന് ജീവനുണ്ടെങ്കിൽ നമ്മളും മിണ്ടും, അടിപിടിയാകും, കലഹമാകും, വലിയ പ്രശ്നങ്ങളാകും. അപ്പോൾ 2 കൂട്ടരും മോശക്കാരാണെന്ന് തെളിയും. അപ്പോൾ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ എന്തിനാ അടി ഉണ്ടാകുന്നത്? ആരാ ഉത്തമരം തെളിയിക്കാൻ വേണ്ടിയാ? അമ്മായിയമ്മ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആരാ തോക്കുന്നത്? അപ്പോൾ ആര് മിണ്ടാതിരിക്കുന്നോ അവർ പാപത്തിന് മരിച്ചിരിക്കും, ആര് മിണ്ടുന്നോ അവർ പാപത്തിൽ ജീവിക്കും.
അപ്പോൾ ഇതൊരു ടെസ്റ്റാണ്. പാപത്തിന് മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ലോകത്തിൽ കലാപങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തിനാ? പാപത്തിന് മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. മനസ്സിലായോ? പാപത്തിന് മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വല്ലപ്പോഴൊക്കെ ഒരു വഴക്കുണ്ടാകുന്നത് നല്ലതാണ്. എന്താ? അപ്പം അമ്മായിയമ്മയും മരുമോളും തമ്മിൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ, അയൽക്കാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്നത് നല്ലതാണ്. ഉടനെ പ്രാർത്ഥിച്ചോണം, കർത്താവേ, ഞാൻ പാപിയിൽ പ്രധാനിയാണെങ്കിലും എൻ്റെ പാപം എഴുന്നേക്കരുത്, മരവിപ്പിച്ചേക്കണം. എനിക്കൊന്നും മിണ്ടാനില്ല, എനിക്കൊന്നും പറയാനില്ല, കർത്താവ് നീ പറഞ്ഞു. പ്രതികാരം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. അങ്ങനെ വചനപ്രകാരം പാപ സാഹചര്യങ്ങളിൽ മരവിച്ചവരെ പോലെ ഇരുന്നാൽ രക്ഷപ്പെട്ടു. പാപത്തിന് മരിച്ചു, നീതിയപ്പോൾ ജീവിച്ച് നീതിവാന്മാരായി തീരാൻ സാധിക്കുന്നവരെ. അങ്ങനെ നീതിവാന്മാർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വലിയൊരു പട്ടിക വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി വാക്യങ്ങൾ നീതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നീതിമാന് ദൈവം കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മളെ തേടി വന്നുകൊണ്ടായിരിക്കും. ഏതെങ്കിലും അനുഗ്രഹം തേടി വരുന്നില്ലെങ്കിൽ അനീതി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അത് കണ്ടുപിടിച്ച് നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പോയ വഴിയെ നമുക്കും പോകാം. കഴിഞ്ഞകാല ജീവിതത്തിൽ ഹൃദയത്തെ അശുദ്ധമാക്കിയതും മനസാക്ഷിയെ മരവിപ്പിച്ചതും നിർവ്യാജ വിശ്വാസം ഇല്ലാതാക്കിയതും സ്നേഹത്തിന് കുറവ് വരുത്തിയതുമായ എല്ലാ കാര്യങ്ങളോട് യാത്ര പറഞ്ഞാൽ നമുക്ക് അപ്പോസ്തലന്മാർ എത്തിച്ചേർന്നിടത്തെത്തി തലയായ ക്രിസ്തുവിനോളം വളരാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിർവ്യാജ സ്നേഹത്തിന് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ഏറ്റുവാങ്ങി അങ്ങനെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും തലയായ ക്രിസ്തുവിനോളം വളരുവാൻ പൗലോസ്ലീഹായുടെ ആ മനസാക്ഷി നമുക്കുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നോമ്പിൻ്റെ 5-ാം വാരത്തിൽ 5-ാമത്തെ ദിവസത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. 25 ദിവസത്തിലെ ഉപവാസം കഴിഞ്ഞു. 10 ദിവസങ്ങളിലെ ആരാധനയും കഴിഞ്ഞു. ഇത്രയും ദിവസങ്ങളിലൂടെ ഞങ്ങൾ പിതാക്കന്മാർ ആർജിച്ചതായ അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ നല്ല അവസരമായിരുന്നു. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. കുറവുള്ളതായ ഞങ്ങളുടെ നോമ്പിനെയും ഉപവാസത്തെയും പ്രാർത്ഥനയും കുറവില്ലാത്ത കർത്താവിൻ്റെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങൾ വയ്ക്കുന്നു. അങ്ങനെ കർത്താവിൽ കൂടെ ഞങ്ങൾ വിജയം കൈവരിച്ച് സ്നേഹം ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ, വിശ്വാസക്കുറവുള്ളവർക്ക് വിശ്വാസം അങ്ങോട്ട് കൊടുക്കുവാൻ, നല്ല മനസാക്ഷിയോടെ നല്ല തീരുമാനമെടുത്ത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് തെളിയിച്ച് ജന്മസാഫല്യം അടയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ.